നമ്മുടെ എല്ലാം ആരാധനായ MT എന്ന ദ്വയാക്ഷരത്തിലൂടെ ലോകമറിയപ്പെടുന്ന ആ മഹിതമായ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ അധിനാളങ്ങൾ സ്വീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്ന വ്യാസ് സംസാരിച്ചു കഴിഞ്ഞ രാജേഷ് തൊഴിൽ പ്രമുഖരായ നിരവധി നേതാക്കന്മാരും എൻ്റെ സംസാരിക്കാറുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. MTക്ക് ഒരു മുഖവര നൽകാൻ സാധ്യമല്ല. മലയാളത്തിലെ ഏത് അക്ഷരങ്ങൾ കൂടി ചേർത്താലും ആ മുഖവര സമ്പൂർത്തീകരിക്കാൻ കഴിയില്ല. അത്രയേറെ വൈബല്യം നിറഞ്ഞ ഒരു മഹാജീവിതമാണ് MTയുടെ. ഒറ്റവാക്കി പറഞ്ഞാൽ കാലത്തിൻ്റെ കണ്ണാടിയാണ്. കലഭേദങ്ങൾ, വർണ്ണഭേദങ്ങൾ, അങ്ങനെ നിരവധി അതിഥികൾ ലഭിച്ചുകൊണ്ട് സാഹിത്യ സാംസ്കാരിക കർമ്മരംഗത്ത് തൻ്റെ ബഹുമുഖമായ വ്യക്തിത്വം കൊണ്ട് സിംഹാസനം നേടിയെടുത്ത ഒരു ചക്രവർത്തി. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ കൂടെയില്ല. കോഴിക്കോട് നഗരത്തിനും ഈ നഗര ഹൃദയഭൂമിക്കും എന്തെല്ലാം ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാനും ഉണ്ട് നമുക്കെല്ലാം. പക്ഷേ അതൊന്നും ഇത്തരം യോഗത്തിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല. MT എന്ന ആദ്യാക്ഷരം നമ്മുടെ എത്രയോ ദേശീയ ബഹുമതികൾ, അംഗീകാരങ്ങൾ ഒക്കെ കരസ്ഥമാക്കി ഒരു സാംസ്കാരിക സാഹിത്യ ജേതാവിന് ഏതെല്ലാം ഉയരങ്ങളിൽ ഉയർന്ന് പറയാൻ കഴിയും. അതെല്ലാം ഹ്രസ്വമായ കാലത്ത് നിർവഹിച്ച് ജീവിതത്തോട് യാത്ര പറഞ്ഞ MTയുടെ പ്രോജ്വലിക്കുന്ന ഓർമ്മകൾക്കുള്ളിൽ ഞാൻ ഹൃദയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന്റെ ദിശാർത്ഥങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഒപ്പം ഞാൻ പറഞ്ഞു.